ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പലതരം പായസങ്ങളൊക്കെ കുടിച്ച് എല്ലാത്തിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിരിക്കുന്ന അവസരമാണല്ലോ. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കണം എന്നൊക്കെ ഉള്ള എണ്ണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എനിക്ക് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി ഒരു പായസം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓണത്തിന് പാലടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ക്യാരറ്റ് സേമിയയും കൂടി വെച്ചിട്ടുള്ള നല്ല അടിപൊളി പായസമാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം പാനടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ്, ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് തീരെ ചെറിയ ഗ്രേറ്ററിൽ വെച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 100 ഗ്രാം സേമിയാണ് എടുത്തേക്കണം. 200 ഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്ന് പകുതിയാണ് എടുത്തേക്കണം. അത് നന്നായിട്ട് ചെറുതാക്കി നമ്മൾ എടുത്തതിന് ശേഷം ഈ ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേണമെങ്കിൽ മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്കിടാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചേർന്ന് ഇട്ടാലും മതി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് അതിനെ വറുത്തെടുക്കാം. സേമിയയും ക്യാരറ്റും നന്നായി വറവായതിന് ശേഷം നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നോർമൽ പാൽ തന്നെയാണ്, കാച്ചാത്ത പാലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ പാനിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ക്യാരറ്റിൻ്റെയും നെയ്യുടെയൊക്കെ കൂടിയുള്ള നല്ല കളറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിന് പിങ്ക് പായസം എന്നാണ് പേരിട്ടേക്കണത്. അപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഒന്നും തോന്നില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഏലക്കായ വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഞാനിത് ഏത്തപ്പഴം കുറച്ച് നെയ്യിലൊന്ന് വഴറ്റിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാനുണ്ട്. ഈ ചെറിയൊരു ടിന്നാണ് ഞാൻ ഒഴിക്കണത്. അത് ഫുൾ ഒഴിച്ചില്ല, കാൽഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മതിയാകും. അപ്പോൾ നമ്മുടെ ക്യാരറ്റും പഴമൊക്കെ ചേർത്തേക്കണ്ടാലും തന്നെ നല്ല കുറുകായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള പായസം തന്നെയാണിത്. സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാരറ്റ് സേമിയ പായസം റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ പായസത്തിന്. അപ്പോൾ നമ്മളെപ്പോഴും പാലടയും അടപ്രഥമനും പരിപ്പ് പായസമൊക്കെ ഉള്ള കുടിക്കണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പായസം എല്ലാവരും ഉണ്ടാക്കി ഒന്ന് മക്കൾക്കൊക്കെ കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.